UrcreationRekhasKitchen എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എണ്ണ കുടിക്കാത്ത സോഫ്റ്റ് ആയിട്ടുള്ള പഫി ആയിട്ടുള്ള പൂരിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് ചില ആൾക്കാർക്കൊക്കെ പപ്പടം പോലെ ആയി പോവാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണിത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പൂരി നല്ല പഫി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ചില ട്രിക്സും ടിപ്സൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണം. പൂരി തയ്യാറാക്കാനായിട്ട് തുടങ്ങുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഈ മിക്സിംഗ് ബൗളിലേക്ക് മെഷറിംഗ് കപ്പ് കൊണ്ട് 2 കപ്പ് ആട്ടപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തരത്തിലുള്ള ആട്ടപ്പൊടിയും ചേർക്കാം കേട്ടോ. ആട്ടപ്പൊടിയുടെ കൂടെ തന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത റവയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സാക്കി എടുക്കാം. മാവ് കുഴച്ചെടുക്കുന്നത് ചെറിയൊരു ചൂടുള്ള വെള്ളത്തിലാണ്. മെഷറിംഗ് കപ്പ് കൊണ്ട് 1/2 കപ്പ് വെള്ളമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ട് ഇനി വെള്ളം വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ചപ്പാത്തിയുടെ മാവും പൂരിയുടെ മാവും തമ്മിൽ കുഴച്ചെടുക്കുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് വെള്ളം കുറച്ച് കൂട്ടിയിട്ട് കുഴച്ചെടുക്കണം. പൂരിയുടെ മാവ് കുറച്ചും കൂടി ഹാർഡായിട്ട് വേണം ഇരിക്കാൻ. അപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ മൊത്തം 3/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തത്. ആട്ടമാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇത് ഒരുപാട് സോഫ്റ്റും അല്ല, എന്നാൽ നല്ല ഹാർഡുമല്ല. ഈ തരത്തിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ നമുക്ക് കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി കിട്ടും. ഇനി ഈ മാവിനെ 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനു മുമ്പ് ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് കൂടുതൽ ഡ്രൈ ആയിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. 30 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടിയും കനം കൂട്ടിയിട്ട് വേണം പൂരി പരത്തിയെടുക്കാനായിട്ട്. കണ്ടോ, ഇത്രയെങ്കിലും കട്ടി വേണം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ പൂരി നല്ല പഫി ആയിട്ട് വീർത്ത് വരുള്ളൂ. അപ്പോൾ ഇത് വേറൊരു ടിപ്പാണ് കേട്ടോ. നമ്മളെപ്പോഴും കുറച്ച് കൂടുതൽ ഓയിൽ തന്നെ ഉപയോഗിക്കണം. നമുക്ക് എണ്ണ ചൂടായോ എന്ന് നോക്കി നോക്കാം. ഒരു ചെറിയ കഷ്ണം പൂരിയുടെ മാവതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ട്. പൂരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയമിലായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. എണ്ണയുടെ ചൂട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓവർ ഫ്ലെയിം ആക്കി വെച്ചാൽ പൂരി പെട്ടെന്ന് കരിഞ്ഞു പോവും. അതല്ല, ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചുവെങ്കിൽ പൂരിയുടെ ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടില്ല. ഓരോ പൂരിയും എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അമർത്തി കൊടുക്കണം. അപ്പോൾ നല്ല പഫി ആയിട്ട് പൂരി കിട്ടും. അപ്പോൾ ഇത് അടുത്തൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഓരോ പൂരി ഇടുന്ന സമയത്തും മുകൾ ഭാഗത്ത് കയ്യിൽ വെച്ചിട്ട് അമർത്തി കൊടുക്കുക. ബാക്കിയുള്ള പൂരികളൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല പഫി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഓരോ പൂരി ഇടുമ്പോഴും അതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് അമർത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൂരി ഉണ്ടാക്കി നോക്കണം. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദാൻ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.